റിയൽമിയുടെ 8 സീരീസിൽ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റിയൽമി 8 5G. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 8 5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. mediatekൻ്റെ dimensity 700 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ 5G ഫോണാണ് റിയൽമി 8 5G എന്ന ഫോൺ. പിന്നെ ഈ ഒരു mediatekൻ്റെ dimensity 700 എന്ന പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ANM പ്രോസസ്സറാണ്. ഈ ഒരു പ്രോസസ്സറിൽ 2.2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A76ൻ്റെ 2 കോറുകളും പിന്നെ 2 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55ൻ്റെ 6 കോറുകളും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രോസസ്സറിൽ മാലി G57 MC2 എന്ന GPU ആണ് വരുന്നത്. ഇതേ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ റിയൽമി 8 4G എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ mediatekൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഈ രണ്ട് പ്രോസസ്സറിൽ ഏത് പ്രോസസ്സറാണ് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ എന്ന് വെച്ചാൽ CPU പെർഫോമൻസ് മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ dimensity 700 എന്ന പ്രോസസ്സറാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ GPUയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ GPUയുടെ കാര്യത്തിൽ mediatekൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറാണ് ബെറ്റർ. അപ്പോൾ കുറച്ചും കൂടി ഗെയിമിങ്ങിനൊക്കെ ബെറ്റർ mediatekൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രോസസ്സറായിരിക്കും. പക്ഷേ ഓവറോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ mediatekൻ്റെ dimensity 700 എന്ന പ്രോസസ്സറിലായിരിക്കും. അതുമാത്രമല്ല mediatekൻ്റെ dimensity 700 എന്ന പ്രോസസ്സറിന് ഒരു അഡ്വാൻറ്റേജും കൂടി വരുന്നുണ്ട്. ഇത് ANM പ്രോസസ്സറാണ്. അപ്പോൾ കുറച്ചും കൂടി ബാറ്ററി എഫിഷ്യൻ്റ് ആയിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലാണ് വരുന്നത്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഫോണിൽ 6GB റാം വെർഷൻ വരുന്നില്ല. എന്നാൽ ഈ ഫോണിൻ്റെ ഒരു 8GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.1 സ്റ്റോറേജ് ടൈപ്പായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൽ ഡൈനാമിക് റാം എക്സ്പാൻഷൻ എന്നുള്ളൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് റാം കൂടുതൽ വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4GB റാം ഉള്ളത് 5GB റാം ആവും. അതുപോലെ തന്നെ 8GB റാം ഉള്ളത് 11GB റാം ആവും. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഫോണിൽ 1TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി 8 5Gയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ IPS LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിയൽമി 8 4G എന്ന ഫോണിൽ AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഒഴിവാക്കിയിട്ട് IPS LCD പാനലാക്കിയിട്ടുണ്ട്. പിന്നെ റിയൽമി 8 5Gയിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4G വെർഷനിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ ഈ ഫോണിൽ 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഏകദേശം 90.5% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 nits ആണ്. പിന്നെ ഈ ഫോണിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനൊന്നും കൊടുത്തിട്ടില്ല. എന്നാലും ഡ്രാഗൺ ട്രെയിലിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു ഡിസ്പ്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. ഫോണിൻ്റെ ബാക്കിൽ റെക്റ്റാങ്കുലർ ഡിസൈനുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഡൈനാമിക് സ്പീഡ് ലൈറ്റ് ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഡിസൈനാണ് വരുന്നത്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സൂപ്പർ സോണിക് ബ്ലൂവും അതുപോലെ തന്നെ സൂപ്പർ സോണിക് ബ്ലാക്കും. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാമാണ്. അപ്പോൾ അധികം വെയിറ്റ് കൂടിയൊരു ഫോണൊന്നുമല്ല ഇത്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.5 mm ആണ്. പിന്നെ ഈ ഫോണിൽ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള റിയൽമി UI 2.0 സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബോക്സിൽ തന്നെ 18 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. Type C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ റിയൽമി 8 4G എന്ന ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഒരു ഡൗൺ ഗ്രേഡ് ആണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ റിയൽമി 8 5Gയിൽ ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സാംസങ് GM1 സെൻസറാണ്. പിന്നെ ഈ ഫോണിൽ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫോണിൽ ടെലിഫോട്ടോ ലെൻസ് കൊടുത്തിട്ടില്ല. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ ടെലിഫോട്ടോ ലെൻസ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഫോണിൽ അത് മിസ്സിംഗ് ആണ്.
അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. പിന്നെ ഈ ഫോണിൽ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് സ്കേപ്പ് പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ f2.1 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 14,999 രൂപയാണ്. 8GB റാം വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. ഏപ്രിൽ 28 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീച്ചേഴ്സുമായിട്ടാണ് റിയൽമി 8 5G എന്ന ഫോൺ വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പക്ഷേ റിയൽമി 8 4G എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പം പല കോംപ്രമൈസും വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ GPയുടെ കാര്യത്തിലും ഒരു ഡൗൺ ഗ്രേഡൊക്കെ വരുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫോൺ എടുക്കുന്നത് കുറച്ച് അധിക കാലം യൂസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.